ഇനിയും അവരുടെ കൈക്കരുത്തിലും ആലോചനയുടെ ബഹുത്വത്തിലും നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ പല നിലകളിൽ പല വ്യക്തികളാൽ പല വിധത്തിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായി ഞാൻ തുടക്കത്തിലെ പങ്കുവച്ചു. ചിലരുടെ മുഷ്ടിക്കുള്ളിൽ ബലമുള്ള ഇരുമ്പ് മുഷ്ടി എന്ന് പറയും വിധത്തിൽ ചിലരുടെ കയ്യിലൊക്കെ പെട്ടുപോയാൽ തീർന്നു അല്ലേ? അങ്ങനെ പെട്ടിരിക്കുക സഹോദരി, നിൻ്റെ ഭർത്താവ് തന്നെ അങ്ങനെ പെട്ടുപോയി. അവിടെ അവൻ പട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അത് മുഖാന്തരം നിൻ്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. ചിലരുടെ കൈക്കരുത്തിൽ, മറ്റു ചിലർ നാവ് കൊണ്ട് അങ്ങനെ ബന്ധിച്ച് കളയും. ആമേൻ. വശീകരിച്ച്, അതെ, ഇതുവരെ അതിൻ്റെ തിക്തഫലം നീ അനുഭവിച്ചു. അവിടെ നിന്ന് എൻ്റെ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും വീണ്ടെടുക്കും. നിൻ്റെ തലമുറകളെ എൻ്റെ ദൈവം വീണ്ടെടുക്കും. അவ்விധത്തിൽ നിങ്ങളെ ബാധിക്കുന്ന, ബന്ധിക്കുന്ന രണ്ട് വിധത്തിലുള്ള ശത്രുക്കളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയുണ്ടായി. ഈ പ്രവചന ദൂതുമായി കണക്റ്റ് ചെയ്ത് അതേക്കുറിച്ച് അല്പമായി ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. ദുഷ്ടൻ, നിഷ്കണ്ടകൻ, രണ്ട് വിധത്തിലുള്ള മനുഷ്യരായ ശത്രുക്കളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടൻ, ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ വിക്കറ്റ് മാൻ മീൻസ് ദുഷ്ടൻ. അപ്പോൾ ദുഷ്ടനൊരു ഉദാഹരണം സങ്കീർത്തനക്കാരൻ ഈ ദുഷ്ടനൊരു വിവരണം നൽകുന്നുണ്ട്. 36-ാമത്തെ സങ്കീർത്തനം നിങ്ങൾ ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കുക. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോപദേശമുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചൊക്കെ അറിയുന്ന വ്യക്തിയാണ് ദുഷ്ടൻ. അപ്പോൾ ദുഷ്ടൻ ആരായിരിക്കും? അവനൊരു ദൈവത്തെ അറിയുന്നൊരു മനുഷ്യനായിരിക്കും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ജീവിക്കുന്ന, പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ അല്ലേ? കൂടെ ഉള്ളവർ തന്നെ, പുറത്തൊന്നും അന്വേഷിച്ച് പോകേണ്ട, ബന്ധുവായി ചാർച്ചക്കാരായി, ദൈവത്തെ അറിയാത്തവരൊന്നുമല്ല, അവിശ്വാസിയല്ല, വിജാതീയനല്ല. അത് ഇവനൊക്കൊപ്പം കൈയടിക്കുകയും പാടുകയും തുള്ളിച്ച് എല്ലാം ഒരു കുറവുമില്ല. പക്ഷേ പുള്ളിയുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്. തൻ്റെ പാവം തെളിഞ്ഞ്, തൻ്റെ തെറ്റ് കുറ്റം തെളിഞ്ഞ് താൻ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് പുള്ളിക്കുണ്ട്. അങ്ങനെയൊന്നും അങ്ങനെയുള്ള ചിലർ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണല്ലോ പലരും അല്ലേ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ദുഷ്ടൻ. അപ്പോൾ ആ ദുഷ്ടനെ നമുക്ക് പ്രതിനിധീകരിക്കുവാനായി ശൗലിനെ എടുക്കാം. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ശൗലിനെ മുമ്പിൽ കണ്ടായിരിക്കും എഴുതിയത്. ശൗലിന് ദൈവത്തെ അറിയാത്തവനല്ല, ദൈവമാണ് ശൗലിനെ തിരഞ്ഞെടുത്തത്. മറ്റൊരു ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ദാവീദും. അപ്പോൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന ശൗലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-17 അധ്യായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോടുമായി സംസാരിക്കുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ കൊല്ലുവാനായിട്ട് ശൗൽ എഴുന്നേൽക്കുന്നു. എന്തുകൊണ്ട്? ദൈവം തിരഞ്ഞെടുത്ത ദാവീദിനെക്കുറിച്ച് ശൗലിൻ്റെ അന്തഃപുരത്തിലൊരു പാട്ടുയർന്നു. ശൗൽ 1000 കൊന്നു, എന്നാൽ ദാവീദോ 10,000 കൊന്നു. തന്നെക്കാൾ ഇവൻ ബെറ്ററാണ്, തന്നെക്കാൾ ഇവൻ ശ്രേഷ്ഠനാണ് എന്നുള്ള തിരിച്ചറിവ്. പലപ്പോഴും നിങ്ങൾക്കൊപ്പമുള്ളവർ തന്നെ ശത്രുക്കളായി മാറുന്നത് നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ്. അല്ലേ സഹോദരി? നീ അവിടെ ആ രാജ്യത്ത് എത്തിച്ചേർന്നു, നീ കഷ്ടപ്പെടുന്നത് നിനക്കേ അറിയത്തുള്ളൂ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്ന് പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ഒപ്പമുള്ളവർ, ഇന്നലകളിൽ നിൻ്റെ കഷ്ടതയിൽ നിനക്കൊപ്പം നിന്നവർ, നിന്നെ സപ്പോർട്ട് ചെയ്തവർ, അവരൊക്കെ തന്നെ ഇപ്പോൾ ശത്രുക്കളായി മാറി. പ്രാർത്ഥിക്കുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ തന്നെ ശത്രുക്കളായി മാറി. അസൂയ. ആമേൻ. നിൻ്റെ മക്കളുടെ കെട്ടകാലത്ത് അല്ലെങ്കിൽ അവരുടെ കഷ്ടകാലത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അവരെ ഉപദേശിച്ചവർ, നിന്നെ അവർ മുഖാന്തരം നീ തളർന്നു പോകാതെ ശക്തിപ്പെടുത്തിയവർ ഇന്നൊരു കരപറ്റിയപ്പോൾ ശത്രുക്കളായി മാറി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോശം കാര്യങ്ങൾ നിൻ്റെ തലമുറയെക്കുറിച്ച് പറയുന്നത് അവരാ, വിവാഹം മുടക്കുന്നതും അവരാ. അവൻ സൂക്ഷിച്ചോ, പ്രാർത്ഥിച്ചു തുടങ്ങുക. അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിൻ്റെ തലമുറയ്ക്ക് എൻ്റെ കർത്താവ് ഒരുക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. ഇന്നലകളിൽ നീ ഒരു വിശ്വാസിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ രാജ്യത്ത് നീ എത്തിച്ചേർന്നപ്പോൾ
നിലയില്ലാ കയത്തിൽ മുങ്ങി താഴുന്നത് പോലെ പുതിയൊരു സ്ഥലം, പുതിയൊരു അനുഭവം, സഹായിക്കാൻ ആരുമില്ല, വെപ്രാളമായിരുന്നു, എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും. അയ്യോ, ആ സമയത്ത് നിനക്ക് കൈ തന്ന്, നിന്നെ പ്രാർത്ഥിച്ച്, നിന്നെ ബലപ്പെടുത്തി, നിനക്ക് ആലോചന പറഞ്ഞ്, ഒന്നും പറയണ്ട, കൂടെ നിന്നവരാണെന്ന് ശത്രുക്കളായി മാറിയിരിക്കുന്നത്. അപ്പം ദൈവത്തെ അറിയുന്ന ശത്രു, ഒരുപക്ഷെ നിന്നേക്കാൾ കൂടുതൽ ദൈവത്തെ അറിയുന്ന ശത്രു. പലപ്പോഴും ഭക്തൻ്റെ ജീവിതത്തിൽ അവിധത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. നോക്കൂ, യിരെമ്യാവ് പറയുന്നു, അങ്ങനെയുള്ള ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കും. ആ ദുഷ്ടൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ, താങ്ക് യു ലോർഡ്. തൊഴിലിടത്തിൽ ആ ദുഷ്ടൻ്റെ ഇഷ്ടം നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, നിൻ്റെ ഭവനത്തിനകത്ത്, നിൻ്റെ കുടുംബജീവിതത്തിൽ അങ്ങനെയുള്ള ദുഷ്ടമനുഷ്യരുടെ ഇഷ്ടം നിറവേറുവാൻ, അവരിഷ്ടപ്പെടുന്നത് പോലെ നിൻ്റെ കുടുംബം ചിതറിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ തലമുറകൾ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ശുശ്രൂഷക, കൂടെ നിൽക്കുന്നവർ തന്നെയാണ്. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിനക്ക് മുമ്പേ വിളിക്കപ്പെട്ടവർ തന്നെയാണ് നിനക്ക് വിരോധമായി നിൽക്കുന്നത്. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തില്ല, ആ ദേശത്തിൽ നിൽക്കത്തില്ല. ആമേൻ. കർത്താവിൻ്റെ നാമം ഇകഴ്ത്തപ്പെട്ടാലും നിൻ്റെ സഭ പൊളിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതേ ശുശ്രൂഷക അങ്ങനെയുള്ളവർ തന്നെയാണ്. ഓ ഷബാറി ധലമാഷകന്. ആമേൻ. ശത്രുവിനെ തേടി നീ പുറത്തൊന്നും പോകണ്ട. അപ്പോൾ ദുഷ്ടന്മാർ, ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. സ്തോത്രം. ഇനിയും ആ ദുഷ്ടൻ്റെ കയ്യിൽ, അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞമരുവാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അപ്പം രണ്ടാമത്തെ വ്യക്തി ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിഷ്കണ്ടകന്മാർ. അപ്പം എനിക്കിത് കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം എന്തോ എന്നെ പഠിപ്പിച്ച സാറന്മാർ ആ വാക്കിന് അർത്ഥം പഠിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. അതോ ഞാൻ പഠിക്കാതെ ഇരുന്നു, എങ്ങനെയായിരുന്നു സംഭവം കിട്ടുന്നില്ല. അപ്പോൾ നോക്കി, ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നിഷ്കണ്ടകന്മാർക്ക് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ടെറർ എന്നാണ്. ടെറർ പെട്ടെന്ന് നമുക്ക് അർത്ഥം മനസ്സിലാവും. ടെറർ, ഭീകരം, മീൻസ് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്രവാദി. അപ്പോൾ അവർ ഭീകരന്മാരായ ശത്രുക്കൾ. ദുഷ്ടൻ ദൈവത്തെ അറിയുന്നവൻ, ഇത് ഭീകരന്മാരായ ശത്രുക്കൾ. ഭീകരമായി എല്ലാം നശിപ്പിക്കണം, എല്ലാം മുടിക്കണം, അങ്ങറ്റം നശിപ്പിച്ച് മുടിച്ച് കുളം തോണ്ടണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ. മനസ്സിലായില്ലേ? നോക്കൂ, അങ്ങനെയുള്ള ശത്രുവിനെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഭക്തന് വിരോധമായി അങ്ങനെ ഒരു ശത്രു എഴുന്നേൽക്കുകയാണ്. ആ ശത്രുവിൻ്റെ പേര് ഹാമാൻ എന്നാണ്. ദൈവജനത്തിന് വിരോധമായി വിജാതീയനായ, വിദേശിയായൊരു ശത്രു. യെസ്, അവിടെ നിനക്ക് വിരോധമായി, നിൻ്റെ തൊഴിലിന് വിരോധമായി, നിൻ്റെ നിലനിൽപ്പിന് വിരോധമായി, നീ അവിടെ പ്രാപിക്കുന്നതിന് വിരോധമായി, അങ്ങനെ നീ ഒന്ന് ഇവിടുന്ന് പ്രാപിച്ചിട്ട് പോണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ശത്രു, അവൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വീണ്ടെടുക്കും. അവൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പം ഹാമാൻ്റെ പദ്ധതി എന്താണ്? യവനെയും നശിപ്പിക്കണം, യവൻ്റെ വീട്ടുകാരെ നശിപ്പിക്കണം, വൃദ്ധരായവരെ നശിക്കണം, കുഞ്ഞുകുട്ടികളെ നശിപ്പിക്കണം, എല്ലാം മുടിച്ച് അവസാനം എല്ലാം നശിപ്പിച്ച് നിർമൂലമാക്കി കളയണം. അങ്ങനെ വാശിയോടെ നിൽക്കുന്ന ചിലരുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നീ നശിക്കണം, നിൻ്റെ കുടുംബം തകരണം, നിൻ്റെ മക്കൾ പെരുവഴിയാകണമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്നു. അല്ലേ സഹോദരി, ആ വാക്ക് നീ കേട്ടിട്ടില്ലേ? മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗക്കാരെയും കൂട്ടുപിടിച്ച് നിൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുന്ന ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ വീണ്ടെടുക്കുവാൻ പോകുകയാണ്. ഇനിയും ആ ശത്രുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. റാധാലമാശകനെ. നോക്കൂ, വചനം പറയുന്നു, 7-ാം അധ്യായം എസ്തേറിൻ്റെ പുസ്തകം 10-ാമത്തെ വാക്യത്തിൽ, അവൻ ഈ ജനത്തെ കൊന്നുമുടിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂങ്ങിപ്പോയി. ആമേൻ. നിന്നെ അറിയുന്ന, നിൻ്റെ ദൈവത്തെ അറിയുന്ന ശത്രുവാണെങ്കിലും, നിൻ്റെ ദൈവത്തെ അറിയാതെ നിന്നെ മുടിച്ചു കളയുവാൻ, നിൻ്റെ തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ, അവരുടെ പേര് ദേശത്തിൽ ശേഷിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ശത്രുവായിരുന്നാലും ശരി, അവരുടെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വീണ്ടെടുക്കും. അവരുടെ കൈക്കരുത്തിന് മുമ്പിൽ നീ തകർന്നു പോകുവാൻ, അവരുടെ ആലോചനകളുടെ ബഹുത്വത്താൽ നീ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. റെഡിയാണോ? അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വരുവാൻ റെഡിയാണോ? നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഹൗ ഇസ് പോസിബിളാണ്. പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസം ക്രമീകരിച്ച് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം.
ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വരുവാൻ, അവനെ നിർമൂലമാക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തു. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കുചേരാം ലൈവായി. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഉണ്ട്. ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ജോയിൻ ചെയ്ത് നോക്ക്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീമുണ്ട്. സഭ ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥന വിഷയം അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ ഒരു സെക്ഷനുണ്ട്. കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ സഭയിൽ വെച്ച് സഹോദരിമാരുടെ ഒരു മീറ്റിംഗ്. എന്നെ കേൾക്കുന്ന സഹോദരിമാർ, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് വലിയ റോളില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല മിക്കവാറും, അല്ലെങ്കിൽ നിങ്ങളെ ഇടപെട്ടാൽ ആ ഇടപെടലെ ഉൾക്കൊള്ളാൻ പറ്റാത്തടത്തായിരിക്കും. ഇന്ന് മക്കളുടെ അടുത്ത് ഭർത്താക്കന്മാരുടെ അടുത്തൊന്നും പറയാൻ പോലും പറ്റത്തില്ല. ഇനി ദേശം കടന്നു പോകുന്ന അവസ്ഥയെ കണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ചിന്തിച്ചാൽ അതിനുള്ള സ്പേസ് ഇല്ല. നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് ചൊവ്വാഴ്ച കടന്നു വന്നു. അല്പം ദൂരെ നിന്നാണെങ്കിലും കുഴപ്പമില്ല, കടന്നു വന്നാൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. അപ്പോൾ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഈ ജനത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് സംസാരിച്ചുവല്ലോ, ശത്രുവിൻ്റെ കൈക്കരുത്തിന് മുമ്പിൽ ഞെരിഞ്ഞമരുന്ന ഇവരുടെ ജീവിതങ്ങളെ സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. തൊഴിലിടത്തിൽ, കുടുംബജീവിതത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇവർ കടന്നുപോയായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ശുശ്രൂഷ മേഖലകളിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടനെയും നിഷ്കണ്ടകനെയും സ്വർഗമങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദുഷ്ടൻ്റെ ആധിപത്യത്തിൽ നിന്നും കടന്നുകയറ്റത്തിൽ നിന്നും ഇവരെ അങ്ങ് വിടുവിക്കണമേ. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനം അഴിയട്ടെ, രോഗാത്മാവ് വിട്ടുമാറട്ടെ. രോഗമുഖാന്തരം കരയുന്ന നിരാശപ്പെടുന്ന അവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും മാറ്റം വരട്ടെ. ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലികളെ നൽകി മാനിക്കണം. വിദേശ രാജ്യങ്ങളിൽ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, ചെന്ന് പെട്ടുപോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് നിരാശപ്പെടുന്നവർ, സ്വർഗം വഴികളെ തുറക്കണമേ. വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കണമേ. എല്ലാ സന്തോഷങ്ങളും ഇവർക്ക് നൽകി മാനിക്കണമേ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ വിശാലപ്പെടട്ടെ. ഇവർ നന്മ അനുഭവിക്കട്ടെ. വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്ന സഹോദരിമാരെ സഹോദരന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ. നല്ല റിസൾട്ട് നൽകണമേ. മക്കളുടെ വിവാഹം നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യത്തിലെ മയക്കുമരുന്നിലും തലമുറകളെ, കുടുംബങ്ങളെ തളച്ചിടുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. പിന്മാറ്റങ്ങൾ മാറട്ടെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കട്ടെ. കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കണമേ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളെ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. അങ്ങയുടെ നാമോത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങൾ ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. ശത്രുവിനെ തകർക്കാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശവുമായി നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.